ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട് തൃശൂർ വാൽപ്പാറയിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആരാണ് മരിച്ചത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, വാൽപ്പാറ സ്വദേശി അരുൺ 48 വയസ്സാണ് മരിച്ചത്. രാവിലെ ഈ മുരുകാളി എസ്റ്റേറ്റ്, വാൽപ്പാറ മുരുകാളി എസ്റ്റേറ്റിൽ തേയിലത്തോട്ടത്തിൽ ജോലിക്കെത്തിയതായിരുന്നു ഈ അരുൺ. ആ സമയത്ത് തേയില മരുന്നടിക്കുന്ന സമയത്താണ് പുറകിൽ നിന്നും കാട്ടുപോത്തെത്തി അരുണിനെ കുത്തുന്നത്. വയറിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ മുറിവേറ്റു. തുടയിൽ ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ പൊട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ അരുണിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ തൊഴിലാളികളാണ് അരുണിനെ അവിടെ നിന്ന് മാറ്റിയത്. പക്ഷെ ആ സമയത്തേക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും അരുൺ മരിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ മേഖലയിൽ ഈ വന്യജീവി ആക്രമണം പതിവായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അരുൺ ഈ വാൽപ്പാറ സ്വദേശിയാണ്. സംഭവം നടന്നത് കേരള അതിർത്തിയിലാണെങ്കിൽ പോലും തമിഴ്നാട് വനമേഖലയിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഒരു ദാരുണമായ സംഭവം. അതിന്റെ നടുക്കത്തിലാണ് ഈ പ്രദേശവാസികൾ അടക്കമുള്ളത്. എന്തായാലും ഈ കാട്ടുപോത്ത് അതിനുശേഷം ഈ തേയിലത്തോട്ടത്തിലൂടെ വനമേഖലയിലേക്ക് ഓടിക്കയറി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഫോറസ്റ്റിന്റെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, തമിഴ്നാട് വനംവകുപ്പിന്റെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വിജയകുമാർ, സൂരജ്, നേരത്തെ ഈ മേഖലയിൽ ഈ ആനയുടെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യമുണ്ട് എന്നത് പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ കാട്ടുപോത്ത് അവിടെ വരുന്നു, ജനവാസ മേഖലയിൽ എത്തുന്നു, ഒരാളെ കുത്തി വീഴ്ത്തുന്നു, അയാൾ മരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യം, ഈ വനം വകുപ്പ്, കേരള തമിഴ്നാട് വനം വകുപ്പ് എന്താണ് ഇക്കാര്യത്തിൽ നൽകുന്ന ഒരു വിശദീകരണം? ജനങ്ങളുടെ ഭാഗത്ത് വലിയ പ്രതിഷേധം സ്വാഭാവികമായും അവിടെ ഉണ്ടാകുമല്ലോ, അല്ലേ? വിജയകുമാർ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഈ മേഖലയിൽ ആനയുടെയും പുലിയുടെയും അടക്കമുള്ള സാന്നിധ്യം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു കാട്ടുപോത്ത് ആക്രമണം ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും ഇവർ കരുതിയിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. രാവിലെ ഈ തേയിലത്തോട്ടത്തിൽ എത്തുന്ന സമയത്ത് തന്നെ ഇവർ ഈ കാട്ടുപോത്തോ ആനയോ അല്ലെങ്കിൽ പുലിയോ അങ്ങനെ എന്തെങ്കിലും സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കും. അതിനുശേഷം മാത്രമാണ് ഇവർ ജോലിക്കിറങ്ങുക. അങ്ങനെ ഇന്ന് രാവിലെ അവിടെ എത്തുന്ന സമയത്ത് അരുൺ തന്നെ ഇത്തരത്തിൽ വന്യജീവികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിരീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ശരി സൂരജ്, എന്തായാലും നമുക്കത് വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. തൃശൂർ വാൽപ്പാറയിലാണ് ഈ ദാരുണ സംഭവം. തമിഴ്നാട് സ്വദേശിയാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ചത്. ജനങ്ങളുടെ ഭാഗത്ത് വലിയ പ്രതിഷേധമുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, കേരള തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് പോകും. പ്രശ്ന പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പ് ജനങ്ങൾക്ക് നൽകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ തൃശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.